ഹായ് ഗേസ് സ്പോക്കൺ ഇംഗ്ലീഷ് വിത്ത് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവരാണോ നിങ്ങൾ? ഒന്നുകൊണ്ടും മടിച്ചു നിൽക്കാതെ ഫ്രീ ആയി പ്രാക്ടീസ് ചെയ്ത് പഠിക്കുവാൻ പറ്റിയ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ ജോയിൻ ചെയ്യാം. ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഹലോ, ഹൗ ആർ യു? നമ്മള് സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒക്കെ കുറെ പേർക്ക് അറിയായിരിക്കും അല്ലേ? അപ്പൊ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പഠിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുവാണെങ്കിൽ അതെങ്ങനെയൊക്കെയാ സംസാരിക്കാന്ന് നോക്കാം. ഓക്കെ, ആദ്യം നമ്മൾ പേര് പറഞ്ഞിട്ടാണ് നമ്മളെ പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ പേര് പറഞ്ഞിട്ടാണ് പരിചയപ്പെടുത്തുന്നത് അല്ലേ? മൈ നെയിം ഈസ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുക. എൻ്റെ പേര് ഇന്നതാണ്. എൻ്റെ പേര് നമ്മുടെ പേരെന്താണോ അങ്ങനെ പറയാം. എൻ്റെ പേര് മൈ നെയിം ഈസ്. ഞാൻ ഈ സ്ഥാപനത്തിലാണ് പഠിക്കുന്നത്. നമ്മളിപ്പം സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലേ? അപ്പം അതിൻ്റെ ഏത് സ്ഥലത്താണ് നമ്മൾ പഠിക്കുന്നത്? ഇവിടെ നമുക്ക് ABC എന്ന് പറയുന്ന സ്ഥാപനം ആക്കാം അല്ലേ? അതിന് നമ്മൾ താൽക്കാലികമായിട്ട് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് സ്ഥാപനത്തിന്റെ പേര് ABC എന്ന് ഓർക്കാം. അതിൽ രണ്ടാമത്തെ സെന്റൻസ് നോക്കിക്കേ. ഞാൻ ABC അക്കാഡമി ഇംഗ്ലീഷ് പഠിക്കുന്നു. അതെങ്ങനെയാ പറയാ? ഐ സ്റ്റഡി അറ്റ് ABC ഇംഗ്ലീഷ് അക്കാഡമി. ഓക്കെ, ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഒരു ബെസ്റ്റ് സ്ഥാപനമാണ് ABC അക്കാഡമി. അതെങ്ങനെയാ പറയുന്നത്? ABC ഇംഗ്ലീഷ് അക്കാഡമി ഇസ് എ ഗ്രേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ടു ലേൺ ഇംഗ്ലീഷ്. അവർ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് 20 കോഡുകൾ ഉപയോഗിച്ചാണ്. ദേ ടീച്ച് ഇംഗ്ലീഷ് യൂസിങ് 20 കോഡ്സ്. അടുത്ത നോക്കിക്കേ. ടെക്നിക്കുകൾ മനസ്സിലാക്കാൻ എളുപ്പമാണ്. ദ ടെക്നിക്സ് ആർ ഈസി ടു അണ്ടർസ്റ്റാൻഡ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കായി ABC ഇംഗ്ലീഷ് അക്കാഡമി ശുപാർശ ചെയ്യുന്നു. ശുപാർശ ചെയ്യാന്ന് പറഞ്ഞാൽ റെക്കമെൻഡ് എന്നാണ് അതിന് ട്രാൻസ്ലേഷൻ. സോ ഐ റെക്കമെൻഡ് ABC ഇംഗ്ലീഷ് അക്കാഡമി ഫോർ യു. ഓക്കെ, നെക്സ്റ്റ് ഒരു ഫ്ലുവൻസി ടെസ്റ്റ് ആണ്. കുറച്ച് ദിവസമല്ല ഫ്ലുവൻസി ടെസ്റ്റ് ചെയ്തിട്ട് ഇന്ന് നമുക്കത് നോക്കാം. ഫസ്റ്റ് വൺ, എനിക്ക് ചിത്രം വരയ്ക്കാൻ ആഗ്രഹമുണ്ട്. ഐ വാണ്ട് ടു ഡ്രോ എ പിക്ചർ. ആഗ്രഹത്തിന് നമുക്ക് വിഷ് എന്നും പറയാം. ഐ വിഷ് ടു ഡ്രോ എ പിക്ചർ എന്നും പറയാം. ഐ വാണ്ട് ടു ഡ്രോ എ പിക്ചർ എന്നും പറയാം. സെക്കൻഡ് വൺ, അവൾക്ക് ചിത്രം വരയ്ക്കാൻ ആഗ്രഹമില്ല. ഷി ഡസന്റ് വാണ്ട് ടു ഡ്രോ എ പിക്ചർ. ഷി ഡസന്റ് വാണ്ട് ടു ഡ്രോ എ പിക്ചർ. തേർഡ് വൺ, ഞാൻ ചിത്രം വരച്ചോട്ടെ. ഷാൽ ഐ ഡ്രോ എ പിക്ചർ? ഷാൽ ഐ ഡ്രോ എ പിക്ചർ? ഫോർത്ത് വൺ, അവൾ ചിത്രം വരച്ചേക്കാം. ഷി മൈറ്റ് ഡ്രോ എ പിക്ചർ. ഷി മൈറ്റ് ഡ്രോ എ പിക്ചർ. എനിക്ക് പാട്ട് പാടാൻ കഴിയും. ഐ ക്യാൻ സിംഗ് സോങ്. ഐ ക്യാൻ സിംഗ് സോങ്. സിക്സ്ത് വൺ, അവൾക്ക് പാട്ട് പാടാൻ കഴിയുമോ? ക്യാൻ ഷി സിംഗ്? ക്യാൻ ഷി സിംഗ്? സെവൻത് വൺ, എനിക്ക് പാട്ട് പാടാൻ കഴിഞ്ഞിരുന്നില്ല. ഐ കുഡന്റ് സിംഗ്. ഐ കുഡന്റ് സിംഗ്. നിങ്ങൾക്ക് പാട്ട് പാടാൻ കഴിഞ്ഞിരുന്നോ? വർ യു ഏബിൾ ടു സിംഗ്? വേർ യു ഏബിൾ ടു സിംഗ്? നെക്സ്റ്റ് വൺ, ഞാൻ നിന്നെ സഹായിക്കണോ? ഷുഡ് ഐ ഹെൽപ്പ് യു? ഷുഡ് ഐ ഹെൽപ്പ് യു? നീ എന്നെ സഹായിക്കണം. യു ഷുഡ് ഹെൽപ്പ് മീ. യു ഷുഡ് ഹെൽപ്പ് മീ. നീ നിർബന്ധമായും എന്നെ സഹായിക്കണം. യു മസ്റ്റ് ഹെൽപ്പ് മീ. യു മസ്റ്റ് ഹെൽപ്പ് മീ. ഓക്കെ, നീ നാളെ കാലിക്കറ്റിൽ പോകുമോ? വിൽ യു ഗോ ടു കാലിക്കറ്റ് ടുമാറോ? വിൽ യു ഗോ ടു കാലിക്കറ്റ് ടുമാറോ? 13th വൺ, ഞങ്ങൾ നാളെ കാലിക്കറ്റിൽ പോകില്ല. വി വോണ്ട് ഗോ ടു കാലിക്കറ്റ് ടുമാറോ. 14th, ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയാണ്. ഐ ആം ലേണിംഗ് ഇംഗ്ലീഷ്. ഐ ആം ലേണിംഗ് ഇംഗ്ലീഷ്. 15th വൺ, അവർ ഇംഗ്ലീഷ് പഠിക്കുകയാണോ? ഇസ് ഷീ ലേണിംഗ് ഇംഗ്ലീഷ്? ഈസ് ഷീ ലേണിംഗ് ഇംഗ്ലീഷ്? ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയായിരുന്നു. ഐ വാസ് ലേണിംഗ് ഇംഗ്ലീഷ്. ഐ വാസ് ലേണിംഗ് ഇംഗ്ലീഷ്. നെക്സ്റ്റ് 17, നീ ഇംഗ്ലീഷ് പഠിക്കുകയായിരുന്നു. വർ യു ലേണിംഗ് ഇംഗ്ലീഷ്? വർ യു ലേണിംഗ് ഇംഗ്ലീഷ്? 18th, ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയാകും. ഐ വിൽ ബി ലേണിംഗ് ഇംഗ്ലീഷ്. ഐ വിൽ ബി ലേണിംഗ് ഇംഗ്ലീഷ്. നീ ഇംഗ്ലീഷ് പഠിക്കുകയാകുമോ? വിൽ യു ബി ലേണിംഗ് ഇംഗ്ലീഷ്? വിൽ യു ബി ലേണിംഗ് ഇംഗ്ലീഷ്? നെക്സ്റ്റ് വൺ, ഞാൻ വാട്സപ്പ് ഉപയോഗിക്കാറുണ്ട്. ഐ യൂസ് വാട്സാപ്പ്. ഐ യൂസ് വാട്സാപ്പ്. ലാസ്റ്റ് വൺ, ഞാൻ ഇന്നലെ വാട്സപ്പ് ഉപയോഗിച്ചു. ഐ യൂസ്ഡ് വാട്സപ്പ് യെസ്റ്റർഡേ. ഐ യൂസ്ഡ് വാട്സപ്പ് യെസ്റ്റർഡേ. ഓക്കെ, ഈ ഒരു മെത്തേഡിലായിരിക്കും നമ്മളെ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരിക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോസുമായി നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.